السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളെ, പരിശുദ്ധ ശഅബാൻ മാസം ആഗതമായി ഇന്ന് 1-ാം രാവാണ്. അൽഹംദുലില്ലാഹ്, തിങ്കളാഴ്ച രാവ് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാവാണ്. അവിടുത്തെ പ്രസവം, അവിടുന്ന് ജനിച്ച ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. ആ ഒരു ദിവസം പരിശുദ്ധ ശഅബാൻ തങ്ങളുടെ മാസം എന്നറിയപ്പെടുന്ന ശഅബാൻ മാസം ആരംഭം കുറിക്കുന്നത് തിങ്കളാഴ്ച രാവിൽ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, നമുക്കെന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു രാവാണ്. എല്ലാവരും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാകണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും നമുക്കിന്ന് ചൊല്ലാനുള്ള ഫാത്തിഹ സ്വലാത്ത്. ഈ ഒരു മാസം സ്വലാത്തിന്റെ മാസമാണ്. സ്വലാത്ത് കൊണ്ട് നമ്മുടെ നാവിനെ പച്ചപ്പ് വരുത്തേണ്ട ഒരു മാസമാണ് പരിശുദ്ധ ശഅബാൻ മാസം. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലിവരുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ നാളുകളിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ ഏറ്റു ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആദ്യം നമുക്ക് ഇസ്തിഗ്ഫാർന്ന് ചൊല്ലണം. പരിശുദ്ധ ശഅബാനിലെ ഓരോ ദിനങ്ങളിൽ 7 തവണ വീതം ഈ പറയാൻ പോകുന്ന ഇസ്തിഗ്ഫാർ ഒരാൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹത്തിനോട് ഏൽപ്പിക്കപ്പെട്ട, അതായത് അദ്ദേഹത്തിന്റെ തിന്മകൾ റെക്കോർഡ് ചെയ്ത കിതാബിനെ തന്നെ കീറിക്കളയാൻ വേണ്ടി, അതിനെ നശിപ്പിച്ചു കളയാൻ വേണ്ടി, കരിച്ചു കളയാൻ വേണ്ടി മലക്കിനോട് അല്ലാഹു തആല കൽപ്പിക്കുമത്രേ. അത്രയും അത്ഭുതമാണ് ഈ പറയാൻ പോകുന്ന നമുക്കിന്ന് മജ്‌ലിസ് ആദ്യം ചൊല്ലുന്ന ആ ഒരു ഇസ്തിഗ്ഫാർ. എല്ലാവരും എൻ്റെ കൂടെ 7 തവണ വീതം എല്ലാവരും ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. അല്ലാഹു തആല സ്വീകരിക്കുമാരാകട്ടെ. നമുക്കിനി ചൊല്ലാനുള്ള അതിമഹത്തായ 3 സ്വലാത്തുകൾ. ഫാത്തിഹ സ്വലാത്തിന് മുമ്പായി നമുക്ക് 2 സ്വലാത്ത് ചൊല്ലണം. എല്ലാ ദിവസവും നമുക്ക് പരിശുദ്ധ ശഅബാനിലെ ഓരോ ദിനങ്ങളിൽ ഈ പറയാൻ പോകുന്ന 2 സ്വലാത്തുകൾ നമുക്ക് ഫാത്തിഹ സ്വലാത്തിനോടൊപ്പം ആഡ് ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ സ്വലാത്ത്
സ്വലാത്തു സആദ, വിജയത്തിന്റെ സ്വലാത്ത്, വിജയത്തിനിക്കുള്ള സ്വലാത്ത്, സആദത്തുദ്ദാറൈൻ, ഇരലോകത്തും നമുക്ക് വിജയിക്കാനുള്ള സ്വലാത്ത്, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണം, അതിന് പറ്റിയൊരു സ്വലാത്ത്. ഈ സ്വലാത്തിന്റെ മഹത്വം 6 ലക്ഷം സ്വലാത്തിനോട് ഒറ്റ സ്വലാത്ത് കിടപിടിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച അതിമഹത്തായ ഒരു സ്വലാത്താണ്. എല്ലാവരും എൻ്റെ കൂടെ 11 തവണ വീതം ഏറ്റുചൊല്ലുക. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്ത് സ്വലാത്തുൽ കമാലിയ. ഈ സ്വലാത്തിന്റെ മഹത്വം മഹാന്മാർ അവരുടെ ജീവിതത്തിൽ ദിവസേന പതിവാക്കിയതാണ്. ഓരോ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം 10 തവണ വീതവും അതല്ലാത്ത സമയത്ത് 100 തവണയും അവർ പതിവാക്കിയ അത്ഭുത സ്വലാത്താണ് ഈ സ്വലാത്ത്. ഈ സ്വലാത്തിന്റെ മഹത്വം ഇത്രയാണെന്ന് കൃത്യമായി പറയാൻ പറ്റുകയില്ലെന്ന് മഹാന്മാർ അവിടെ എടുത്തു പറഞ്ഞ അതിമഹത്തായ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ കമാലിയ. ചില മഹാന്മാർ പറയുന്നു, ഈ സ്വലാത്തിനിക്ക് 14 കോടി സ്വലാത്തിന്റെ മഹത്വം ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ 11 തവണ വീതം ഏറ്റുചൊല്ലുക. ഞാനത് സാവധാനത്തോടുകൂടി നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. കൃത്യമായി എൻ്റെ കൂടെ നിങ്ങളത് ചൊല്ലാൻ വേണ്ടിയാണ് സാവധാനത്തോട് പറയുന്നത്. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله.
اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. അള്ളാഹുവെ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. എല്ലാവരും എൻ്റെ കൂടെ ഇനി ഫാത്തിഹ സ്വലാത്ത് ചൊല്ലണം. തിങ്കളാഴ്ച രാവുകളിൽ ചൊല്ലിവരുന്ന അതിമഹത്തായ ഫാത്തിഹ സ്വലാത്ത് നമ്മുടെ ഇരുലോക വിജയത്തിന് നിമിത്തമാകുന്ന ഒരു സ്വലാത്താണ് ഫാത്തിഹ സ്വലാത്ത്. ഒറ്റ തവണ ഒരാൾ അദ്ദേഹത്തിന്റെ ആയുഷ്കാലത്തിൽ ഒരു തവണ ചൊല്ലിയാൽ പിന്നെ അദ്ദേഹം നരകത്തിൽ പ്രവേശിക്കില്ലെന്ന് മഹാന്മാർ ഉറപ്പു തന്ന സ്വലാത്താണ് ഫാത്തിഹ സ്വലാത്ത്. 6 ലക്ഷം സ്വലാത്തിനോട് കിടപിടിക്കുന്ന 6 ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിന്റെ സ്ഥാനത്ത് ഒറ്റ സ്വലാത്ത് നിൽക്കുന്ന ഒരു സ്വലാത്താണ് ഫാത്തിഹ സ്വലാത്ത്. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത ഒരു സ്വലാത്തും കൂടിയാണ് ഫാത്തിഹ സ്വലാത്ത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും മഹത്വം നിറഞ്ഞ ഒരു സ്വലാത്താണ് ഫാത്തിഹ സ്വലാത്ത്. എല്ലാവരും എൻ്റെ കൂടെ 41 തവണ വീതം എൻ്റെ കൂടെ ഏറ്റുചൊല്ലുക. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم.
اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق
ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم.
اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. الله നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അള്ളാഹുവെ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണമല്ലോ. നാം ഓതിയ ഖുർആനോത്തും സ്വലാത്തും സ്വീകരിച്ച് ദിക്റുകൾ സ്വീകരിച്ച് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ ഭാര്യ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ സ്വഹാബുൽ കിറാമിന്റെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ അവിടുത്തെ അജിദാദീങ്ങളുടെ ഹദ്റാത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ അംബിയാ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ മശായിഖന്മാർ, പ്രത്യേകിച്ച് മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്കും ഖജാ മുഈനുദ്ദീൻ ചിസ്തിൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്കും അഹ്മദ് റളാ ഖാൻ ബരൽവി റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്കും ശൈഖുനാ സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്കും ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ സർവ്വ മശായിഖന്മാർ ഉസ്താദന്മാരുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സർവ്വ മഹാന്മാരുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹദ്റാത്തുകളിലേക്ക്, പ്രത്യേകിച്ച് പലസ്തീനിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ.
അവിടെ ഖബർ ജീവിതം നീ സ്വർഗപ്പൂന്തോപ്പാക്കണമല്ലോ. അള്ളാഹു എല്ലാ പാവങ്ങൾ നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. അള്ളാഹു നിന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണമല്ലോ. അള്ളാഹുവെ നിന്റെ മഹാന്മാരുടെ മതത്തും അവരുടെ നോട്ടവും അവരുടെ ഹിഫ്ളുമുള്ള കാവലുള്ള ജീവിതം നൽകണം റഹ്മാനെ. എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇഖ്ലാസോടുകൂടി തന്നെ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി ആമീൻ ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا راج سيدا يا الله. പടച്ച റബ്ബേ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ഭാര്യമക്കള്, കുടുംബക്കാർ, അയൽവാസികൾ, ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, നമ്മുടെ കൂടെ ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ എല്ലാവിധ പാവങ്ങൾ നീ പുറത്തു തരണമല്ലോ. എല്ലാ പാവങ്ങൾ നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. നീ റഹ്മത്ത് ചെയ്യണമല്ലോ. നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. സലീമായ കൽബ് നൽകണമല്ലോ. വിജയിച്ച മനസ്സിന്റെ ഉടമകളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ആരോടും വെറുപ്പില്ലാതെ, ഹസദില്ലാതെ, കിബ്റില്ലാതെ, വഞ്ചിക്കാതെ, ഫിത്നയാക്കാതെ, ഗീബത്ത് നമീമത്ത് പറയാതെ, ആരെയും നോവിക്കാതെയുള്ള നല്ല ഒരു ജീവിതം നൽകണമല്ലോ. നല്ല ജീവിതം നൽകണം റഹ്മാനെ. നല്ല ജീവിതം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ആരോടും വെറുപ്പില്ലാത്ത നല്ലൊരു ജീവിതം, കിബ്റില്ലാത്ത നല്ലൊരു ജീവിതം. അല്ലാഹുവേ, ആരോടും അസൂയയില്ലാത്ത നല്ല ജീവിതം. അല്ലാഹ്, എന്തൊരു നല്ല ജീവിതമാണ് അല്ലാഹുവേ നമുക്ക് നൽകണം റഹ്മാൻ. നമ്മുടെ സ്വഭാവം നന്നാക്കണമല്ലോ. നല്ല സ്വഭാവത്തിൻ്റെ മനുഷ്യരാക്കണമല്ലോ. അല്ലാഹുവേ, ഉത്തമ സ്വഭാവത്തോടു കൂടെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ആ ഉത്തമ സ്വഭാവം ഒരംശം പോലും നമ്മുടെ ജീവിതത്തിലില്ല റബ്ബേ. അല്ലാഹുവേ, നമുക്ക് നീ അവിടുത്തെ സ്വഭാവം നമുക്ക് പിൻപറ്റാനുള്ള തൗഫീഖ് നൽകണമല്ലോ. തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, നമ്മുടെ മനസ്സിൽ മുത്തായ തങ്ങളോടുള്ള ഹബ്ബ് നിറച്ചു തരണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബ് നമ്മുടെ മനസ്സിൽ നിറച്ചു തരണം റഹ്മാൻ. അവിടുത്തെ പേരുള്ള ധാരാളം സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാനും ഇനിയുള്ള നാളുകളിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി അവിടുത്തെ പൂമുഖം ദർശിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. തൗഫീഖ് നൽകണം റഹ്മാൻ. നമുക്ക് നീ തൗഫീഖ് നൽകണമല്ലോ. നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ. അല്ലാഹുവേ, ഹബീബായ തങ്ങളുടെ ജീവിതം പഠിക്കാനും അല്ലാഹുവേ ധാരാളം പഠിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, പഠിച്ചാൽ തീരാത്ത ഒരു വിഷയമാണ് ഹബീബായ തങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം. അല്ലാഹുവേ, ആ പഠനത്തിന് ഒരു അവസാനമില്ല റബ്ബേ. അത്രയും മദ്ഹുകൾ മാത്രം അവിടത്തെ കുറിച്ച് എത്ര പാടിയാലും എത്ര പറഞ്ഞാലും തീരാത്തത്ര മദ്ഹുകളാണ് അവിടത്തെ കുറിച്ച് പറയാനുള്ളത്. അല്ലാഹുവേ, നമുക്ക് അവിടുത്തെ ജീവിതം പഠിച്ച് നമ്മുടെ ജീവിതം നന്നാക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. പരിശുദ്ധ മദീനയിലേക്ക് നമുക്ക് ധാരാളമായി എത്താൻ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഭാഗ്യം നൽകണമല്ലോ. പരിശുദ്ധ പച്ചക്കുബ്ബ നേരിട്ട് കണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകണമല്ലോ. പോയവർക്ക് ഇനിയും ധാരാളം പരിശുദ്ധ മദീന കാണാനും, പോകാത്തവർക്ക്, ഇതുവരെയും എത്താത്തവർക്ക് ഇനി ഒരുപാട് തവണ പോകാൻ, ആയുസ്സിൽ ഒരു തവണയെങ്കിലും അവിടെ എത്താനുള്ള തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, റബ്ബേ, നാം ചെയ്യുന്ന ആരാധനകൾ, നിസ്കാരങ്ങൾ, ദിക്റുകൾ ഒക്കെയും ഇഖ്ലാസോടെ നിർവഹിക്കുന്ന നിസ്കാരങ്ങളാക്കണമല്ലോ, ദിക്റുകളാക്കണമല്ലോ, പ്രാർത്ഥനകളാക്കണമല്ലോ. തഖ്വയുള്ള ജീവിതം നൽകണമല്ലോ. ഭക്തിയോടെ ജീവിക്കുന്നവരാക്കണമല്ലോ. മുഖ്ലിസീങ്ങളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ മാരക രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണമല്ലോ. എന്തെല്ലാം രോഗങ്ങളാണ് പേര് കേൾക്കുമ്പോൾ പേടി തോന്നിപ്പിക്കുന്ന
മനുഷ്യനെ ടെൻഷനിലാക്കുന്ന ഓരോ രോഗങ്ങളാണ് മനുഷ്യരെ ഓരോ നാളുകളിൽ പിടിപ്പെടുന്നത്. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദര സഹോദരിമാർ അവർ കമന്റിലൂടെ അറിയിച്ച ദുആ വസിയത്ത് നടത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയം രോഗമാണ്. അല്ലാഹ്, അക്കൂട്ടത്തിൽ ക്യാൻസർ രോഗികളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാഹുവേ, ആജിലായ ശിഫ കൊടു റഹ്മാനെ, താമായ ശിഫ കൊടു റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കൾ ഉസ്താദന്മാർക്കുള്ള എല്ലാ ക്ഷീണങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണമല്ലോ. അവർക്ക് നീ ബറക്കത്ത് ചെയ്യണമല്ലോ, നീ റഹ്മത്ത് ചെയ്യണമല്ലോ. അവർക്ക് നീ ധാരാളം നിഅമത്തുകൾ നീ വർഷിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ പൊരുത്തത്തിലായി നമുക്കൊക്കെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. ആയുസ്സിൽ ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്, മക്കളെ നൽകണമല്ലോ. സ്വാലിഹീങ്ങളായ സ്വാലിഹത്തന്മാരായ സന്താനങ്ങളെ നൽകണമല്ലോ. തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണമല്ലോ, സ്വാലിഹത്തന്മാരാക്കണമല്ലോ. മൊബൈലുകളിലോ മറ്റുമായോ ഹറാമ് ചെയ്യുന്നവരോ കാണുന്നവരോ ആക്കല്ലേ അല്ലാ, ഹറാമ് പ്രവർത്തിക്കുന്നവരാക്കല്ലേ അല്ലാ. നമ്മുടെ വിദ്യാർത്ഥി നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നാക്കണമല്ലോ. അല്ലാഹുവേ, നമ്മുടെ വിദ്യാർത്ഥികളുടെ എക്സാം എടുത്തുറപ്പേ, നമ്മുടെ മക്കളുടെ എക്സാം എടുത്തുറപ്പേ, നല്ല വിജയം നൽകണമല്ലോ, ഉന്നത വിജയം നൽകണമല്ലോ. അല്ലാഹുവേ, ഉന്നത വിജയം നൽകണം റഹ്മാനെ. നല്ല ടോപ്പ് മാർക്കോട് കൂടെ നല്ല വിജയം കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. 2 വിദ്യകൾ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. അദബുള്ള മക്കളാക്കണമല്ലോ. അല്ലാഹുവേ, ഉസ്താദന്മാരുടെ ടീച്ചർമാരുടെ മാതാപിതാക്കളുടെ പൊരുത്തത്തോടെ ജീവിച്ച് അവരുടെ പൊരുത്തത്തിലായി മരിക്കുന്ന നല്ല മക്കളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്, നല്ല ഖൈറായ നല്ല വീട് നൽകണമല്ലോ. ബറക്കത്തുള്ള നല്ല വീട് നൽകണമല്ലോ. നല്ല ബറക്കത്തും റാഹത്തും സന്തോഷവും ഐക്യവും നൽകണമല്ലോ. അല്ലാഹുവേ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നല്ല വഴി നീ തുറന്നു കൊടുക്കണമല്ലോ. ഹലഹലായ സാമ്പത്തിക ശേഷി നൽകണമല്ലോ. അല്ലാഹുവേ, സാഹചര്യങ്ങൾ വരുമ്പോൾ വാങ്ങിവെച്ച കടങ്ങളാണ്, കൊടുത്തു വീട്ടാനുള്ള വഴി നീ തുറന്നു തരണം റഹ്മാനെ, തുറന്നു തരണമല്ലോ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നൽകണമല്ലോ. ബറക്കത്തുള്ള സന്തോഷമുള്ള റാഹത്തുള്ള നല്ല ജോലി നൽകണമല്ലോ. ഉള്ള ജോലിയിൽ ഉള്ള കച്ചവടങ്ങളിൽ നല്ല ലാഭവും ബറക്കത്തും ഇട്ട് കൊടുക്കണമല്ലോ. മനസ്സ് സമാധാനം ഇട്ട് കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തി എത്രയോ യുവതി യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അനുയോജ്യ ഇണകളെ കൊടുത്ത് അനുഗ്രഹിക്കണമല്ലോ. സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. നീ അനുഗ്രഹിക്കണമല്ലോ, നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ, നമ്മുടെ ഉള്ളു നന്നാക്കണമല്ലോ. ഒരു അപകടത്തിലോ പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളിലോ ഞങ്ങളെ പെടുത്തിരല്ലേ അല്ല. നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. രോഗങ്ങൾ തന്ന് അപകടത്തിൽ പെടുത്തി മറ്റ് ബുദ്ധിമുട്ടുള്ള രോഗങ്ങൾ പ്രയാസങ്ങൾ തന്നു ഞെരുക്കങ്ങൾ തന്ന് ദാരിദ്ര്യങ്ങൾ തന്നു ഞങ്ങൾ പരീക്ഷിച്ചല്ലേ അല്ലാ. താങ്ങാനുള്ള ശേഷിയില്ലാത്ത പാവപ്പെട്ട അടിമകളാണ് അല്ല. നമുക്ക് നീ തഖ്വ നൽകണമല്ല, ഭക്തി നൽകണമല്ലോ. എവിടെ ചെന്നാലും എവിടെ ഒറ്റപ്പെട്ടാലും നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാക്കണമല്ലോ. ഒറ്റക്കിരിക്കുമ്പോൾ നീയും ഞാനിയും നാം മാത്രം ഒറ്റപ്പെടുന്ന സമയത്ത് നിന്നിലായി നിന്റെ തഖ്വയിലായി എല്ലാവിധ തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല മനുഷ്യരാവാൻ നമുക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. അല്ലാഹുവേ, നമ്മുടെ മരണം ഖൈറാകുന്ന വേളയിൽ പരിശുദ്ധ മദീനയിലേക്കൊന്ന് അടുപ്പിച്ചു തന്നു പരിശുദ്ധ റൗള ഷരീഫിൽ ചെന്ന് ധാരാളം സ്വലാത്തുകൾ സലാമുകൾ ചൊല്ലി ഒടുവിൽ അവിടുത്തെ പൂമുഖം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ
ആവികളായ നമുക്ക് നീ ഭാഗ്യം നൽകണമല്ല, നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ജന്നത്തുൽ ബഖിയയിൽ ഒരിടം നമുക്ക് നൽകണമല്ലോ, ഒരിടം നൽകണമല്ലോ, ഒരിടം നൽകണമല്ലോ. നമ്മുടെ ദുആഇനെ നീ കബൂലാക്കണം റഹ്മാനെ, നമ്മുടെ ദുആഇനെ നീ കബൂലാക്കണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.